അമ്പ് വന്ന് പോയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി പോയി. കാരണം പള്ളിയിൽ പെരുന്നാളാണല്ലോ. കുർബാന കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. കാരണം വീട്ടിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമായിരുന്നു. വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പ്രദക്ഷിണം പോകും. അങ്ങനെ പ്രദക്ഷിണം ഇറങ്ങിയപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പ്രദക്ഷിണം പോകുമ്പോൾ നമ്മൾ വീടെല്ലാം അവർ അലങ്കരിക്കും. നമ്മൾ മാത്രമല്ല, ഇവിടെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന എല്ലാവരും ലൈറ്റ് ഇട്ടും അതുപോലെ രൂപങ്ങളെല്ലാം വെച്ചും പുണ്യാലിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് വീടെല്ലാം നന്നായിട്ട് ഒരുക്കും. അങ്ങനെ പ്രദർശനം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി. ഇത് പിറ്റേ ദിവസമാണ്, ഞായറാഴ്ച ദിവസം. അങ്ങനെ പ്രദർശനം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപൊന്ന് മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രദക്ഷിണം ഇറങ്ങി. പ്രദക്ഷിണം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇന്നത്തെ ദിവസം പ്രദക്ഷിണത്തിന് പോയില്ല. കാരണം നമ്മൾ നല്ല ടയേർഡായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പപ്പ ഈ വർഷത്തെ പ്രതിസന്ധിയാണ് പെരുന്നാൾ നടത്താനായിട്ടുള്ള. അങ്ങനെ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു. ഇത് പ്രദർശനം കയറണ സമയമാണ്. അങ്ങനെ 4 രൂപങ്ങളും ഒരുമിച്ച് നിന്നാട്ടോ പള്ളിയിലകത്തേക്ക് രൂപം കയറുന്നത് പ്രദർശനം കഴിഞ്ഞെത്തുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും കാണണം എന്ന ആഗ്രഹമുള്ള ഒരു കാഴ്ചകളിൽ ഒന്നാണ് തിരുനാളിന് പ്രദക്ഷിണം കഴിഞ്ഞ് 4 രൂപങ്ങളും കൂടെ പള്ളിയിലേക്ക് ഒരുമിച്ച് കയറുന്നത്. നമ്മുടെ ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് ആണ് ഇടവക മധ്യസ്ഥൻ. അപ്പം അഗസ്തീനോസിന്റെ പെരുന്നാളാണ് നമ്മുടെ ഇവിടെ ഇടവക തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പൊ കാണിച്ചതാണ് വിശുദ്ധ അഗസ്തീനോസ്. രൂപം എടുത്തു വെച്ചതിന് ശേഷം പിന്നെ അങ്ങ് ഗാനമേളയായിരുന്നു പള്ളിയിൽ. വൈകുന്നേരം പള്ളിയിൽ വന്ന് ഗാനമേളയ്ക്ക് കിടന്ന് തകർക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്